Welcome back to my channel. Now we are going to discuss the uses of securities premium or purpose for which securities premium can be utilized. Section 52 subsection 2 of the Companies Act 2013. നമുക്ക് എന്തൊക്കെയാണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ പർപ്പസ്, എന്തിനൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. 5 പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഫോർ റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ്, ഫോർമേഷൻ എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ. സെക്കൻഡ് വൺ, ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. Third point, for writing off the expenses, commission or discount allowed on issue of shares or debentures of the company. Fourth point, for providing for premium payable on redemption of redeemable preference shares or debentures of the company. Last point, for buyback of its own shares or other specified securities under section 68. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന്. സെക്കൻഡ് പോയിന്റ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ തേർഡ് പോയിന്റ്, റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസസ്, കമ്മീഷൻ, ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. അടുത്ത പോയിന്റ് പറയുന്നത്, ഇനിയിപ്പോൾ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് അതിന്റെ തന്നെ ഷെയർസോ മറ്റ് സെക്യൂരിറ്റീസോ ബൈബാക്ക് നടത്തണമെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സെക്യൂരിറ്റീസ് പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും.